ബേബി. ഹലോ, ഇവിടെ ഒരാളിപ്പോൾ ചെറുതായിട്ട് സംസാരിക്കാനുള്ള ശ്രമത്തിലും ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നിൽക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് 2 കുഞ്ഞ് പല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും നമ്മുടെ അമ്മാമ്മയും കൂടെ നേരെ ലുലുലു വന്നിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് വേണമെങ്കിൽ ഗേൾസ് ഓൺ ഔട്ടിംഗ് എന്നൊക്കെ പറയാം. ഫാഷനിലെ കുട്ടിയെ പർച്ചേസിന് ശേഷം നേരെ ഞങ്ങൾ ഹൈപ്പറിൽ പോയിട്ടോ. എന്നിട്ട് അവിടെ നേരെ മിനിസോയിൽ മോളിൽ പോകുന്ന സമയത്ത് മിനിസോയിൽ കയറാന്നുള്ള നിർബന്ധമാണ്. നിങ്ങളും അങ്ങനെയാണോ? അവിടെ ചെന്നപ്പോൾ ഈ ഒരു കുഞ്ഞ് ഹാങ്ങർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് മേടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മെഗ്ഡിയിൽ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഞങ്ങൾ ഈവനിങ് ലുലുവിൽ വരുന്ന സമയത്ത് ഒരു ചേച്ചി അവിടെ ബലൂൺ വെച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇത്ര നൈറ്റ് ആയിട്ടും ആൾ അവിടെ നിന്ന് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരിയുടെ നിന്ന് പോയിട്ട് നമുക്കൊരു ബലൂൺ മേടിച്ചു. ഈ ബലൂണിലെല്ലാം ലൈറ്റിംഗ് ഒക്കെ കണ്ടിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ആളിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി വൻ ചിരിയായിരുന്നു കേട്ടോ അത് കണ്ടിട്ട്. ഇതിന് മുന്നേ ഒത്തിരി ടോയ്സ് മേടിച്ച് കൊടുത്തപ്പോൾ പോലും ഇങ്ങനെ ഒരു അത്ഭുതപ്പെട്ടിട്ടുള്ള ചിരി കണ്ടിട്ടില്ല കേട്ടോ. ആളുടെ കണ്ണിൽ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി കാണാനുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എക്സ്പെൻസീവായിട്ട് എന്ത് കൊടുക്കുന്നു അതിലല്ലല്ലോ സ്നേഹം. സ്നേഹത്തോടെ എന്ത് കൊടുക്കുന്നു അതിലല്ലേ കാര്യം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പം എല്ലാം പറഞ്ഞു അല്ലേ. ബൈ.